വെൽക്കം ടു അവർ കുക്കിംഗ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സോഫ്റ്റായിട്ടും എണ്ണ കുടിക്കാത്തതുമായ ഒരു പൂരി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പൂരി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ, പക്ഷേ പലരും ഈ എണ്ണ അത് ഒത്തിരി കുടിക്കുന്നെന്നും പറഞ്ഞ് അതങ്ങ് സൈഡിലേക്ക് മാറ്റി വെക്കും എന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നമുക്ക് എണ്ണ കുടിക്കാതെ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കാമെന്ന് നോക്കാം. പൂരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വീറ്റ് ഫ്ലോർ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതിലേക്ക് 1 ടേബിൾ സ്പൂണ് റവ, പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ഷുഗർ. ഇതിപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തേക്കുന്നത്. ബ്രൗൺ ഷുഗർ ഇല്ല എങ്കിൽ നമുക്ക് മറ്റേ ഷുഗർ യൂസ് ചെയ്യാം, നോർമൽ ഷുഗർ യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ. ആദ്യം ഇതെല്ലാം ഈ ഗോതമ്പ് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് നീഡ് ചെയ്ത് എടുക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യാനായിട്ട് നന്നായിട്ട് അഥവാ ഇനി പൊടി ഇച്ചിരി ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ 1 or 2 ടേബിൾ സ്പൂണ് വീറ്റ് ഫ്ലോർ ഗോതമ്പ് പൊടി എടുത്താൽ മതി, ഇതിനോട് ആഡ് ചെയ്താൽ മതി. അല്ല, കറക്റ്റ് 1/4 കപ്പ് വെള്ളം മതി, 1.5 കപ്പിന്. നന്നായിട്ട് സോഫ്റ്റ് ആകണം. ഒരു 5 മിനിറ്റ്സ് നീഡ് ചെയ്താൽ മതി. അതിനുശേഷം ഒരു നീല ബാക്കിയിരുന്ന ഓയിലുണ്ടല്ലോ അതൊന്ന് ഈ ഓയിൽ എന്തിനാ ചേർക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഒത്തിരി എണ്ണ ഇങ്ങനെ അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി. അതായത് എണ്ണ കുടിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലഫി ആയിട്ട് വരത്തില്ല, ഇങ്ങനെ എണ്ണ ഒത്തിരി ഇതായിട്ടിരിക്കത്തില്ലേ. അത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് എണ്ണ ഒത്തിരി അബ്സോർബ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് ഇതേപോലെ നന്നായിട്ട് വന്നിട്ടുമുണ്ട്, വെച്ചിട്ടുണ്ട്. ഇതൊരു ഏകദേശം 10 to 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് പൂരി ഉണ്ടാക്കാം. 10 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മളത് മാവ് ഇത് ചെയ്തിട്ട് ഒന്നുകൂടെ ജസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ബോൾ ഈ സൈസ് മതി. ജസ്റ്റ് ഒരു നാരങ്ങയുടെ one lemon സൈസ്. ഈ വലുപ്പത്തിൽ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തി പൂരിക്ക് പരത്താം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഒന്നുകൂടി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ഒരു എന്താ പറയുന്നത്, ഒരു ഓയിൽ ഇതിൻ്റെ ടോപ്പിലൊന്ന് ഇത് ചെയ്യുക. ഒത്തിരി ആവില്ല. പൊടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തിടുമ്പോൾ അതൊത്തിരി പൊടി അതിനകത്ത് കരിഞ്ഞ പോലെ കിടക്കും. ഇത് ജസ്റ്റ് പരത്താം. ഇവിടെ ഓയിൽ നമ്മൾ ഏത് വെജിറ്റബിൾ ഓയിൽ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. ഈ തിക്നെസ്സിൽ നമ്മൾ പരത്തി എടുക്കുക. ബാക്കി ബോൾസൂടെ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് പരത്തിയെടുക്കുക. പൂരി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കടായിൽ ആവശ്യത്തിന് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് അത് ബോയിലായോ എന്നറിയാൻ വേണ്ടി ഒരു ഇടുക. ആയിട്ട് ഇത് മാവ് മേലോട്ട് പൊങ്ങി വരുന്നു എങ്കിൽ എണ്ണ ബോയിലായി എന്ന് നമുക്ക് തീ നന്നായിട്ട് ചൂടായിട്ട് ഒരു ഒത്തിരി ഹൈ ആകരുത്, എന്നാൽ മീഡിയം, അതായത് ബിറ്റ്വീൻ ഹൈ ആൻഡ് മീഡിയം ലെവലിൽ ഫ്ലെയിം വെക്കുക. അതിലേക്ക് നമ്മൾ പരത്തി വെച്ചതായ പൂരി ഇടുക. വൺ സൈഡ് ഇങ്ങനെ വന്നിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ. ഓക്കെ, ഇത് കുക്കായിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്ത ശേഷം അടുത്തത് നമുക്ക് ഇടാം. അങ്ങനെ ബാക്കി ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ഇത് നമ്മൾ ഒരു ടിഷ്യൂ പേപ്പറിൽ എടുത്ത് വെച്ചാൽ ബാക്കി എണ്ണയുടെ അങ്ങ് ഇതായിട്ട് മാറും. അത് നമുക്ക് വളരെ ഫ്ലഫി ആയിട്ടുള്ള പൂരി കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. തീയാണ് ഇതിനകത്തെ ഒരു മെയിൻ ഫാക്ടർ. കാരണം തീ ഒത്തിരി കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേച്ചാൽ മതി. ഇപ്പം ഞാൻ ഇച്ചിരി ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ആ എണ്ണയുടെ അങ്ങനെ ബാക്കി പൂരിയുടെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഞാനത് എടുത്തുകൊണ്ട് വരട്ടെ. ഇവിടെ നമ്മളുടെ പൂരി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മസാല പൊട്ടറ്റോ മസാല ആണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. എനിക്ക് ഫീഡ്ബാക്ക് തരണം. പിന്നെ പൂരി നല്ലതായിട്ട് ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. സോഫ്റ്റ്, അപ്പം കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും ആയിരിക്കും. ഓക്കെ, താങ്ക് യു.